പെരിയാറിൻ്റെ കാഴ്ചകളിലേക്ക് എത്തിയിരിക്കുകയാണ്. തൊട്ട് മുമ്പിലായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള പെരിയാർ ഒഴുകുന്ന മനോഹരമായ കാഴ്ചയുണ്ട്. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ ഇത് വെച്ചിട്ടുണ്ട്. വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആയിട്ട് വേങ്ങൂർ എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ് ശരിക്കും ഈ പാണിയേലി പോര് വരുന്നത്. ഇതാണ് പെരിയാറിൻ്റെ കാഴ്ചകൾ. ഞാൻ ഒരു 2-3 വീഡിയോയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പാണിയേലി പോര് എങ്ങനെയാണ് ഇത്രയും പ്രശസ്തമായത്, അതിനുള്ള കാരണം ഇത് 1990-കൾ മുതൽ ഈ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇവിടെ ആൾക്കാർ വരികയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും, കാരണം ഈ വെള്ളം ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുന്നത് കണ്ടാൽ യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് വെള്ളം ഒഴുകി പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഇവിടെ അധികം കുറച്ച് പാറക്കൂട്ടങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അതിൻ്റെ അടിയിൽ നല്ല ചുഴികളുണ്ട്. മിക്കവാറും ചുഴിപ്പെട്ട് ആൾക്കാർ പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ ഒരു ഏറുമാടമുണ്ട്. അതായത് ഈ ഏറുമാടത്തിലേക്ക് കയറുന്നുള്ള കോണി. പക്ഷെ 50 വയസ്സ് കഴിഞ്ഞവർക്ക് അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്കൊന്നും ഇതിലേക്ക് കയറാൻ പറ്റില്ല. അതുപോലെ ഒരു സമയത്ത് 5 ആളെ അതിൻ്റെ മുകളിലേക്ക് കയറ്റി വിട്ടുള്ളൂ. അങ്ങനെയൊക്കെ കുറേ നിർദ്ദേശങ്ങൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയോ കേരളത്തിലെ ഏതോ ഇതുപോലെയുള്ളൊരു സ്ഥലത്ത് ഇതുപോലെ ഏറുമാടത്തിൽ നിന്ന് ആൾക്കാർ താഴേക്ക് വീഴുകയോ അങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇപ്പം അങ്ങോട്ടുള്ള പ്രവേശനം, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം നിർഭാഗ്യവശാൽ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതിലേക്കുള്ള കയറുന്നതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ആയിരുന്നു ഈ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പം അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കുറേ പ്രശ്നങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ബോധവൽക്കരിക്കുന്ന ബോർഡുകൾ എല്ലായിടത്തും വച്ചിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ തന്നെ ഫസ്റ്റ് പറഞ്ഞേക്കണേ ഇവിടെ അപകടം കൂടുതലുണ്ടാകുന്ന സ്ഥലമാണ്, ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അടുത്ത് നിങ്ങളാവാതിരിക്കട്ടെ. കണ്ടോ, അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡേഞ്ചർ ഓഫ് ഡ്രൗണിങ്, മുങ്ങി മരണത്തിൻ്റെ അപകടത്തിന് സാധ്യതയുണ്ട്. ഞാൻ ഏതായാലും ഇതുപോലെയുള്ള പാറക്കൂട്ടങ്ങൾ ഒക്കെയാണ് ഈ നദിയിലേക്ക് ചെല്ലുമ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു 3-4 വീഡിയോ മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു, ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ, അതായത് അന്ന് ആ സമയത്ത് ഉഴുവൽ പോത്തിനെ ഉപയോഗിച്ച് നമ്മുടെ കണ്ടങ്ങൾ ഉഴുത് വിതയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഉഴുവലിൻ്റെ പണിയുടെ സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോത്തിനെയൊക്കെ ഈ ഇതിൻ്റെ അക്കരെയുള്ള കാടുകളിലാണ് മേയാനായിട്ട് വിട്ടുകൊണ്ടിരുന്നത്. അത് ഈ പാണിയേലി മാത്രമല്ല, ഇതുപോലെ പല സ്ഥലങ്ങളുമുണ്ട്. പുഴ ഈസി ആയിട്ട് ക്രോസ് ചെയ്യാവുന്ന, പോത്തിനെ ചില സ്ഥലത്ത് ആൾക്കാർ നീന്തിയായിരിക്കും, പോത്തിനെ കൊണ്ട് പോയി നീന്തിയായിരിക്കും ക്രോസ് ചെയ്യേണ്ടത്. ചില സ്ഥലത്ത് ഈ തരത്തിൽ നടന്ന് ക്രോസ് ചെയ്യാവുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ ശരിക്കും കുറച്ചുകൂടെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും നടന്ന് പുഴ ക്രോസ് ചെയ്യാം. അവർക്ക് കൃത്യമായിട്ട് ആ ചുഴിയുടെയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അവരത് ഒഴിവാക്കിയാണ് ആ സമയത്ത് അത് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ 1-2 ആഴ്ച കൂടുമ്പോൾ ഈ പോത്തിനെ കാണാനായിട്ട് വരികയും അതിനെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം പോവുകയും ഉള്ള അങ്ങനെ ഒരു രീതി ആ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു 2000-ൻ്റെ ആദ്യം വരെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന പോലെയുള്ള കൃഷിപ്പണികൾ ഇല്ലാണ്ടാവുകയും നെല്ലിൻ്റെ കൃഷിപ്പണികൾ ഇല്ലാണ്ടാവുകയൊക്കെ ചെയ്തതോടുകൂടി അത് പോത്തിനെയൊക്കെ എല്ലാവരും വിൽക്കുകയൊക്കെ ചെയ്തു. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അപ്പുറത്തേക്കൊന്നും ഇപ്പുറത്തുനിന്നും കഷ്ടി ഒരാൾക്ക് അങ്ങോട്ട് കടന്നു പോകാനുള്ള ഒരു സെറ്റപ്പിലാണ് ഇത് വച്ചിരിക്കുന്നത്. ഏതായാലും അവിടെ കടന്ന് ഞാൻ ഇച്ചിരി വേഗത്തിൽ മുമ്പോട്ട് പോകണം. കുറച്ചുകൂടി അങ്ങോട്ട് ചെന്ന് ഒരു 100-300 കിലോമീറ്ററും കൂടെ ഫ്രണ്ടിലേക്ക് ചെന്നാൽ മാത്രമാണ് നമുക്ക് ആ കൃത്യമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നുള്ളൂ. ഞാൻ ആ കാഴ്ചകളിലേക്ക് വേഗം എത്താൻ വേണ്ടി സ്പീഡിൽ ആയി എൻ്റെ നടത്തം. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ കാണാം, ഇവിടെ ആൾക്കാരൊക്കെ ഒരുപാട് കുളിക്കുന്നുണ്ടാവാം.
അതേപോലെ തന്നെ വേറെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ആൾക്കാർ ആ പാറയുടെ മുകളിൽ കൂടെയൊക്കെ കയറി ഇരുന്നുള്ള കാഴ്ചകളൊക്കെ ഞാൻ അവിടുന്ന് വന്നപ്പോൾ തന്നെ അത് കണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള അപായ സൂചനാ ബോർഡുകൾ എല്ലായിടത്തും ഉണ്ട്. അത് മിക്കവാറും എല്ലാം തന്നെ ഇതിൻ്റെ പുഴയിൽ ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളായിരിക്കും. കാരണം ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അത് നമ്മൾ ഇത് പല പ്രാവശ്യം പറയുന്നത് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വെള്ളം കാണുമ്പോഴത്തേക്കും എന്താ പറയുക, ഒരു വല്ലാത്ത എക്സൈറ്റ്മെൻറ്റാണ്. അതിപ്പോൾ പുഴയാവട്ടെ അല്ലെങ്കിൽ കടലാവട്ടെ, അതിൻ്റെ അപകട സാധ്യതകളൊന്നും ഇല്ലാണ്ട് നമ്മൾ അതിലേക്ക് എടുത്തിയാടും. പക്ഷേ നമ്മൾ പല സ്ഥലത്തും ചെന്ന് അപകടത്തിൽപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ അതേപോലെ ഒന്നാന്തരമായിട്ട് സന്തോഷിച്ച് ആർത്തുല്ലസിക്കുന്ന സമയങ്ങളിൽ നമുക്ക് അത് നേരെ തിരിച്ച് ഉണ്ടാകുന്നൊരു അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എല്ലായിടത്തും അതേപോലെ തന്നെ നമ്മളിപ്പോൾ കടന്നു വന്നപ്പോൾ കണ്ടായിരുന്നു, ആനയെ സൂക്ഷിക്കുക, ആനയുടെ അപകടമുണ്ട്. അതായത് ഈ പ്രദേശത്ത് വരെ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. അത് കണ്ടോ, അവിടെ എഴുതി വച്ചിരിക്കുന്നുണ്ടോ, പാണിയേലി ഒരു ഇക്കോ ടൂറിസം സെൻ്റർ. ഗൈഡുകളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. അവർ ഇറങ്ങരുതെന്ന് പറഞ്ഞത് ഉണ്ടോ, വീണ്ടും എഴുതി വെച്ചേക്കാണ് മുങ്ങി മരണത്തെക്കുറിച്ചുള്ള ഒഴിവാക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ കുറച്ചപ്പുറം ഒരുപാട് ആൾക്കാർ കുളിക്കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ പകർത്തിയില്ല. ഏതായാലും ഞാൻ ആ പുഴയുടെ നടുവിലേക്കാണ് പോകുന്നത്. ഈ വഴിക്കൊക്കെയാണ് ആ സമയത്ത് ആയിരുന്നിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതിലൊക്കെ ആയിരിക്കണം അവർ ഈ മൃഗങ്ങളെ അക്കരെ കടത്തിയിരുന്നത്. പോത്തുകൾ മാത്രമല്ല കേട്ടോ, പശുക്കൾ, അതുപോലെ നമ്മൾ വീട്ടിലെ വളർത്തുമൃഗങ്ങളെയൊക്കെ അവിടെ മേയാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ തന്നെ പശു പ്രസവിച്ച സംഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പശുവിനെയും കിടാവിനെയും കൂടെ കൊണ്ടുവന്ന സംഭവങ്ങൾ, അങ്ങനെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന നമ്മൾ ഒരു ഭാഗത്താണ് ഈ അധികം പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഇങ്ങോട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ടൂറിസം ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും യാതൊരു ശ്രദ്ധയും ഉണ്ടായിരുന്നിരിക്കില്ല. ആ സമയത്തൊക്കെ ആൾക്കാർ ഇവിടെ വരികയും ചിലപ്പോൾ മദ്യപിക്കുകയും ഒക്കെ ചെയ്ത് അവർ കുറച്ച് ഇതായി കഴിയുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി അപകടം ഉണ്ടാക്കിയ കേസുകളൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗൈഡായിട്ട് ഇരിക്കുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത് നിന്ന് പുള്ളിയോട് ചോദിച്ചപ്പോൾ മനസ്സിലായി. ഏതായാലും ഇവിടെ നമുക്ക് വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ പുഴ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ആ ഒരു സ്ഥലത്ത് അധികം ആൾക്കാർ കുളിക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ പാറക്കെട്ടുകളാണ്. ഞാനതൊക്കെ കണ്ട് അവിടുന്ന് വീണ്ടും കരയിലേക്ക് കയറി വരുമ്പോൾ ഇവിടെയുണ്ട് ഒരു ഏറുമാടം. അപ്പോൾ ഞാനിത് അങ്ങോട്ട് പോയ ആ ഒരു വഴിയാണ്. അപ്പോൾ ഇതാണ് ആ ഏറുമാടത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഏറുമാടത്തിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ലാത്തതുകൊണ്ട് നമുക്കത് നടക്കില്ല. അപ്പോൾ ഞാൻ തിരിഞ്ഞ് നിന്ന് അവിടുത്തെ കാഴ്ചകൾ ഒന്ന് പകർത്തുകയാണ്. കാരണം ഇവിടെ നോക്കിയപ്പോൾ കുറച്ച് പേരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും ഞാൻ ആ കൂട്ടത്തിൽ എടുത്തു. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പെരിയാറിൻ്റെ പശ്ചാത്തലത്തിൽ എപ്പോഴും ഒരു മലയുടെ കാഴ്ചകൾ നമുക്ക് കിട്ടുന്നുള്ളതാണ്. ഏറുമാടത്തിൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ ഏറുമാടത്തിൻ്റെ ആ ഒരു ഭംഗി ഒന്നുകൂടെ അതിമനോഹരമായിട്ടാണ് ചെയ്തു വച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള ആ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഒരു വൈബാണ്, പോസിറ്റീവ് വൈബാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വളരെ അവിടുത്തെ ഉള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യുന്നതിനായിട്ട്. ഞാൻ ഏതായാലും ഈ കാഴ്ചകളുടെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് നടക്കുകയാണ്. വീണ്ടും ഞാൻ വന്ന സ്ഥലങ്ങളുടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വീഡിയോ കൂടെ എടുത്തു. അത് കഴിഞ്ഞത് അവിടെ വീണ്ടും സൂചനാ ബോർഡുകൾ ഇങ്ങനെ പലതും പറഞ്ഞിട്ട് മാലിന്യം വലിച്ചെറിയരുത്, അങ്ങനെ ഉള്ള കുറേ എല്ലായിടത്തും. കാരണം ഇവിടെ മാക്സിമം നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ്. ഇവിടെ ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കുന്നതിനൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പായിട്ട് ഇവിടെ കുറേ പേര് ഇവിടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് വന്നിരിക്കുന്നു. അപ്പോൾ ഇനി ഏതായാലും
അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എത്രയൊക്കെയാണ് ഉള്ളത്. നല്ല തിരക്കാണ് വീണ്ടും. അപ്പോൾ ഇവിടുത്തെ ഈ